ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാളികേര അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ദോശ നമ്മൾ സാധാരണ തലേ ദിവസം ആട്ടി വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒന്നും അല്ലാണ്ട് പച്ചരിയൊക്കെ അരച്ച ഉടനെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു നാളികേര ദോശയാണിത്. അതുപോലെ തന്നെ നമ്മളിതിൽ ഈസ്റ്റ് ഇനോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല, ഉഴുന്ന് ചേർത്തിട്ടില്ല. അടിപൊളി ടേസ്റ്റിയാണ്. നമ്മൾ ഈ ഒരു ദോശ ഉണ്ടാക്കുമ്പോൾ ആ ഒരു സ്മെല്ല് വരുമല്ലോ, അപ്പം തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും കേട്ടോ. അങ്ങനെ കൊതി വരുന്ന ഒരു ദോശയാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. മാവ് അരച്ച് വെച്ച് പിന്നെ അത് പൊങ്ങാൻ വെക്കുന്നില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മളിന്ന് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. ഞാനിതാ പച്ചരിയൊക്കെ എടുത്തിട്ടുണ്ട്. ഒന്നേകാൽ കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പച്ചരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പച്ചരി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അരി നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുക. നമ്മൾ ഈ ഒരു അരിയിൽ ഒഴിക്കുന്ന ആ വെള്ളം കൊണ്ട് തന്നെ അരച്ചെടുക്കാനുള്ളതാണ്. അതിൽ എല്ലാം കൂടെ മിക്സ് ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അരി കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 5-6 തവണ നന്നായിട്ട് കഴുകുക. അതിലേക്ക് ഞാനിതാ ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ കഴുകിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾ അരി കഴുകുമ്പോൾ കൂട്ടത്തിലിട്ട് കൊടുത്താലും മതി. അപ്പം ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ചെരുവിയത് നിങ്ങൾക്ക് നമ്മുടെ പച്ചരി എടുത്തിട്ടുള്ള സെയിം അളവിൽ തന്നെ തേങ്ങ ചെരുവിയത് ചേർത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. തേങ്ങയുടെ അളവ് ഇതിൽ കൂടുന്നിടത്തോളം നമ്മുടെ ആ ഒരു ദോശയ്ക്ക് ഒരു പ്രത്യേക മണം അല്ലെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റി ഒക്കെയാണ്. അപ്പം ഞാനൊരു 1/4 കപ്പോളം തേങ്ങയാണ് ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ തേങ്ങ, ചോറ്, ഉലുവ, അരി ഇതെല്ലാം കൂടിയിട്ട് ആദ്യം നന്നായിട്ട് ഞെരടി കൊടുക്കുക. ആ ഒരു തേങ്ങയിലെ ആ തേങ്ങാപ്പാലൊക്കെ ഒന്ന് ഇളകി വരുന്ന രീതിയിൽ നന്നായിട്ട് തിരുമ്മി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒരു കപ്പ് വെള്ളം, ഇപ്പം ഞാനൊക്കെ കാണിച്ചിട്ടുള്ള ആ ഒരു ബൗളിലാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത്. 1/4 ബൗൾ അരി എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലൊരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം നമ്മുടെ ഈ ഒരു അരിക്ക് ഒപ്പം ലെവലായിട്ട് നിൽക്കുന്ന രീതിയിൽ, ഒട്ടും ഒരുപാട് മുകളിൽ വരുന്ന രീതിയിൽ വെള്ളം ഒഴിക്കരുത്. നമുക്ക് ഈ ഒരു വെള്ളം പിന്നെ ഇതിൽ നിന്ന് മാറ്റാൻ പറ്റില്ല കേട്ടോ അരയ്ക്കുമ്പോൾ. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ വേണം അരയ്ക്കാൻ വേണ്ടിയിട്ട്. നന്നായി തിരുമ്മി കൊടുത്തിട്ട് വെക്കണം കേട്ടോ. അപ്പം ഞാൻ രാത്രിയാണ് ഇത് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. രാവിലെ നമുക്ക് എടുക്കാം. ഒരു 4-5 മണിക്കൂറോളം ഇതിങ്ങനെ ഇരിക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് ഈ ഒരു അപ്പം സോഫ്റ്റ് ആയിട്ട് കിട്ടുക കേട്ടോ. ഇപ്പം ഇത് ഞാൻ രാവിലെയാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ ആ ഒരു കൂട്ട് ഒന്ന് പൊങ്ങി ഒന്ന് സോഫ്റ്റ് ആയിട്ടൊക്കെ ഒന്ന് പതഞ്ഞൊക്കെ വന്ന രീതിയിലുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. നമുക്ക് ആ ഒരു തേങ്ങാപ്പാലൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് അതിൽ നിന്ന് ഇറങ്ങി വന്ന രീതിയിലായിട്ടുണ്ട്. ആ രീതിക്ക് തന്നെ മിക്സ് ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഇതിൽ ഉപ്പ് ചേർക്കാണ്ടാണ് വെച്ചിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു പുളി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ അങ്ങനെ ഇഷ്ടമാണ് മക്കൾക്ക്, അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു പുളി ടേസ്റ്റ് വേണ്ടെന്നാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒത്തിരി പുളിയൊന്നും ഉണ്ടാവില്ല, ലൈറ്റായിട്ട് ചെറുതായിട്ടൊരു പുളിയേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ മതിയേ. അപ്പോൾ ഇത് 2 തവണ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിതാ കുറച്ച് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു അരിയും ഈ ഒരു കൂട്ടുണ്ടല്ലോ, ഈ ഒരു കൂട്ട് അരച്ചെടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ മാവ് പൊങ്ങി വരുമല്ലോ, അതുപോലെ ഉണ്ടാവും കേട്ടോ. നമുക്ക് ഈ ഒരു മാവ് അരച്ചെടുക്കുമ്പോൾ തന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ച പോലെ ഉണ്ടാവും. മാവ് നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ഞാൻ ബാക്കിയുള്ളതും കൂടെ അരക്കുകയാണ്. ഒട്ടും ഞാൻ വെള്ളം ചേർക്കുന്നില്ല. നമ്മൾ ആ 1 കപ്പ് വെള്ളം ചേർത്തത് മാത്രം മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ ചേർത്താൽ മതി. അല്ലാണ്ട് ആദ്യം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഇപ്പോൾ ആ മാവ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പൊങ്ങി വന്നതുപോലെ തന്നെ ഉണ്ട്. ഒന്ന് സോഫ്റ്റായിട്ട് പതഞ്ഞ് വന്ന പോലെ കണ്ടല്ലോ. അപ്പോൾ എനിക്കിതാ ഈ ഒരു മാവിൻ്റെ ഒരു പാകമാണ് കേട്ടോ, ഈ ഒരു ലൂസ് പാകമാണ്. അപ്പോൾ അതുകൊണ്ട് മിക്സിയുടെ ജാറിലൊക്കെ ഞാൻ നല്ലോണം വടിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം പിന്നെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ അരയ്ക്കുന്ന സമയത്ത് അരച്ചെടുത്ത ശേഷം ഒത്തിരി കട്ടി ഉണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അരി ഇട്ട് വെക്കുമ്പോൾ തന്നെ ഒത്തിരി വെള്ളം ചേർക്കണ്ട. നമ്മൾ അരിക്ക് ലെവലായിട്ട് നിൽക്കുന്ന രീതിയിൽ, അരിയുടെ മുകളിൽ നിൽക്കണ്ട, ഒന്ന് ലെവലായിട്ട് അരി ഒന്ന് കുതിർന്ന് വരണം, ആ രീതിക്ക് മാത്രം വെള്ളം ഒഴിച്ച് ചേർത്താൽ മതി. പിന്നെ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിതാ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ. അപ്പം ഞാനൊരു പാനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലെയിമും കാര്യങ്ങളും പാനിൻ്റെ ചൂടൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി അങ്ങോട്ട് ചൂടുണ്ടാവണ്ട കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ട് കിട്ടൂല. ഈ ഹോൾസ് വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാനിതാ ഫസ്റ്റ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഹോൾസൊക്കെ കംപ്ലീറ്റ് ആയി വരുന്ന സമയത്ത് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒത്തിരി കൂട്ടി കൊടുക്കരുത്. നമുക്ക് ഈ ഒരു അപ്പത്തിൻ്റെ അടിയൊക്കെ കരിഞ്ഞു പോവുള്ളൂ കേട്ടോ. കണ്ടോ, നമ്മൾ ആദ്യം ഒഴിച്ചത് ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഗ്യാസ് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുപ്പത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുപ്പിൽ ചെയ്യുന്ന സമയത്ത് തീ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. തീരെ ചൂടില്ലാണ്ടായാലും നമുക്ക് ഇതുപോലെ ഹോൾസ് വരികയില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ അത് ഞാനിത് അടുത്തതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതും മൂടി വെച്ച് കൊടുക്കുകയാണ്. ഒത്തിരി സമയം മൂടി വെച്ച് കൊടുക്കണ്ട. അപ്പോൾ നമുക്ക് നമ്മൾ ഈ ഒരു അപ്പം ഒഴിച്ച് കൊടുത്തപ്പോൾ ഈ ഒരു മൂടി തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നമ്മൾ ആ തേങ്ങ ഒക്കെ അരച്ച് ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലാണ്. അപ്പം ഞാൻ ചേർത്തത് 3/4 കപ്പ് തേങ്ങയാണ്. 1/4 കപ്പ് അരിയിൽ 3/4 കപ്പ് തേങ്ങയെ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ തേങ്ങ ഒക്കെ കയ്യിലുള്ളവരാണെങ്കിൽ, തേങ്ങക്ക് ബുദ്ധിമുട്ടില്ലാത്തവരാണെങ്കിൽ 1/4 കപ്പ് തേങ്ങ ഒക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് ഈ ദോശ. അങ്ങനെ പറ്റുന്നവർ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് തരണേ. നമ്മുടെ മക്കളൊക്കെ ഒത്തിരിയായിട്ട് കഴിക്കും കേട്ടോ. അത്ര ഇഷ്ടത്തോടെ അവർ കഴിക്കും. അതുപോലെ ഇതിൻ്റെ കൂടെ നമുക്ക് തേങ്ങാപ്പാലുണ്ടല്ലോ, തേങ്ങാപ്പാലിൽ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കഴിക്കുമല്ലോ നമ്മൾ ഓട്ടടൊക്കെ കഴിക്കുന്ന പോലെ, അങ്ങനെ കഴിച്ച് നോക്കണം കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ ഇതാ നമ്മുടെ നാളികേര അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നമ്മൾ സാധാരണ അരി കുതിർക്കാനാണ് വെക്കാറുള്ളത്. എന്നിട്ട് പിന്നെ അരിയും അതുപോലെ തന്നെ ചോറും തേങ്ങ എല്ലാം കൂടി അരച്ച് നമ്മൾ മാവ് പൊങ്ങാൻ വേണ്ടി വെക്കാറുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ ഒന്നും ഇല്ലാണ്ട് എളുപ്പത്തിൽ എല്ലാം ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്താണെന്നുണ്ടെങ്കിൽ രാത്രിയിൽ നമ്മൾ ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ രാവിലെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എളുപ്പമല്ലേ ഇങ്ങനൊരു റെസിപ്പി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. മക്കളൊക്കെ വീട്ടിലുള്ള സമയം, വെക്കേഷനാണ്, വിരുന്നേരൊക്കെ ഉള്ള സമയത്ത് അവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ദോശയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും കൂടിയിട്ട് മറക്കല്ലേ. നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പി ഉണ്ട്, അതും കൂടെ കണ്ടു നോക്കി നിങ്ങൾ അതൊന്ന് ഫീഡ്ബാക്ക് തരാം കേട്ടോ. നമുക്ക് ഈ അടുപ്പിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഡെയിലി വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇഷ്ടപ്പെട്ട് കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളൊക്കെ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്യാസും പെട്ടെന്ന് തന്നെ വാങ്ങാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതാ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികൾ കൂടുതൽ ഇനിയുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ അതും കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.